ഗും ഗുരുഭ്യോ നമ. ലോകാത്ഭുതങ്ങളിൽ പലതിനെക്കുറിച്ചും നമുക്കറിവുണ്ട്. കുംഭു പിരമിഡ്, പിസയിലെ ചരിഞ്ഞ ഗോപുരം, താജ്മഹൽ, ഈഫൽ ഗോപുരം തുടങ്ങി നാം അറിയുന്നവ ധാരാളമുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാത്ത ജീവനുള്ള മറ്റൊരു അത്ഭുതത്തെക്കുറിച്ച് മഹാഭാരതം ആരണ്യപർവ്വത്തിൽ പരാമർശിക്കുന്നുണ്ട്. തനിക്ക് പ്രിയപ്പെട്ടവരും അടുത്ത ബന്ധുക്കളും മരിക്കുമ്പോൾ ആ മരണത്തെക്കുറിച്ചോർത്ത് അടുത്തിരുന്ന് കണ്ണീർ പൊഴിക്കുകയും സഹതപിക്കുകയും ചെയ്യുമ്പോഴും നാളെ തനിക്കും ഈ ഗതി വരുമെന്നത് മറന്ന് തികഞ്ഞ അഹന്തയോടെ ജീവിക്കുന്ന മനുഷ്യരാണ് ഈ ലോകത്തിലെ ഏറ്റവും വിസ്മയകരമായ വസ്തുവെന്ന് ധർമ്മദേവൻ്റെ ചോദ്യത്തിന് മറുപടിയായി യുധിഷ്ഠിരൻ പറയുന്നുണ്ട്. അതെ, മനുഷ്യർ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിസ്മയകരമായ അത്ഭുതങ്ങളിൽ ഒന്ന്. മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറന്നു, മനസാക്ഷിയോടൊന്നു ചോദിച്ചു നോക്കൂ. അമ്മതൻ ഉദരത്തിൽ അണുവായി പിറന്നു, അറിയാത്ത വേഷത്തിൽ രംഗത്തു വന്നു. നടനായി നടിച്ചു നീ നാടകം തീർന്നാൽ നരകമോ സ്വർഗമോ എന്തു കിട്ടു, നിനക്കെന്തു കിട്ടും? നമ്മിലധികം പേർക്കും പ്രാഥമികമായി താല്പര്യമുള്ളത് നമ്മിൽ തന്നെയാണ്. ഉപാധികളില്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഒരാൾക്ക് പ്രധാനപ്പെട്ടത് എപ്പോഴും അയാളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളുമായിരിക്കും. എല്ലാം ആപേക്ഷികം മാത്രം. ഓരോ പഴുത്ത ഇലകൾ കൊഴിയുമ്പോഴും പച്ചിലകൾ വിചാരിക്കും, അമ്പട ഞാനേ എന്ന്. തങ്ങൾക്കും പ്രായമേറുമെന്നും നാളെ വാർദ്ധക്യത്തിൻ്റെ അസ്വസ്ഥതകളാൽ തളർന്നു വീഴുമെന്നും മറന്ന് തൻ്റെ ആരോഗ്യത്തിലും യൗവനത്തിലും മതിമറന്ന് പ്രായമായവരോട് സ്നേഹവും മര്യാദയുമില്ലാതെ പെരുമാറുന്ന ഇന്നത്തെ യുവതലമുറ ഈ ലോകത്തിലെ ഏറ്റവും വിസ്മയകരമായ യാഥാർത്ഥ്യങ്ങളിൽ ഒന്നുമാത്രം. അയച്ചവൻ നിന്നെ തിരിച്ചു വിളിച്ച, തിരിഞ്ഞു നോക്കാതെ നീ തിരിച്ചു ചെല്ലേണം. മരിച്ചു നീ പിരിയുമ്പോൾ കരയും നിൻ ബന്ധുക്കൾ, അറയ്ക്കുന്ന പ്രേതമ പേറുക്കുന്നു നിന്നെ. ഒരിക്കൽ നീ ചെയ്യുന്ന തെറ്റുകളെല്ലാം ഓരോരുത്തന്റെ മുമ്പിൽ നീ വിസ്തരിച്ചിടും. തിരുത്തുവാനാരും നിനക്കവിടില്ല, തിരിഞ്ഞു ചിന്തിച്ചാൽ ഫലമൊന്നുമില്ല. തിരുത്തുവാനാരും നിനക്കവിടില്ല, തിരിഞ്ഞു ചിന്തിച്ചാൽ ഫലമൊന്നുമില്ല. നമുക്ക് ജീവിതം ഒരുക്കി തന്നവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് ക്ഷമ അർഹിക്കാത്ത തെറ്റെന്നറിയുക. പലപ്പോഴും മറ്റുള്ളവരുടെ പരിഭവമില്ലാത്ത പ്രയത്നമാണ് നമ്മുടെ ജീവിതത്തിന് താങ്ങാകുന്നതെന്ന സത്യം നാം മറന്നുകൂടാ. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും. ആരുമറിയാത്ത ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാകാം ആത്മാഭിമാനത്തോടെ അവർ നമുക്ക് താങ്ങാകുന്നത്. അപ്പോഴും അതിലെ പോരായ്മകൾ കണ്ടെത്തി അവരെ അധിക്ഷേപിക്കാനല്ലാതെ അവരോടൊരു നല്ല വാക്ക് പറയാൻ പോലും നാം മറന്നുപോകുന്നുവെന്നതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. പണവും പ്രതാപവും നേടിയെടുക്കുക, പണി ചെയ്തു ജന്മം പാഴായി കളഞ്ഞു. പണവും പ്രതാപവും നേടിയെടുക്കുക, പണി ചെയ്തു ജന്മം പാഴായി കളഞ്ഞു. അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ, ആറടി മണ്ണിൽ എരിഞ്ഞടങ്ങുന്നു. അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ, ആറടി മണ്ണിൽ എരിഞ്ഞടങ്ങുന്നു.
അധ്വാനശേഷിയുള്ളപ്പോൾ കൂടെ നിർത്തി അവരുടെ സമ്പാദ്യം മുഴുവൻ കൈപ്പറ്റുകയും പിന്നീട് ഒഴിവാക്കുകയും ചെയ്യുന്നതിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള അതിമോഹങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ നാളെ നമ്മയും കാത്തിരിക്കുന്നത് ഇതേ അവസ്ഥ തന്നെ എന്നത് ഓർക്കുന്നത് നന്നായിരിക്കും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കുകയും അവ നിന്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തി നീ ധരിക്കുകയും ചെയ്യുക എന്ന മഹദ്വാക്യം ഓർമ്മയിൽ സൂക്ഷിക്കുക നാം. അതുകൊണ്ട് തന്നെ ഒന്ന് ഉറങ്ങിയെഴുന്നേൽക്കുമ്പോഴേക്കും മറക്കാവുന്ന വേദനകൾ മാത്രമേ നാം മറ്റുള്ളവർക്ക് നൽകാവൂ. അത് വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും. കാരണം നാളെ എന്നത് നമ്മുടെ കൈകളിലല്ല എന്നതുകൊണ്ട് തന്നെ. നമ്മുടെ പുരാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ഹരി ഓം.